ഇന്ന് നമ്മളുടെ ക്വാറന്റൈൻ ഇപ്പോൾ എത്ര ദിവസമായി? ഇനി നമുക്കൊരു 10 days കൂടെ ഉള്ളൂ. യെസ്. അപ്പം നമ്മളുടെ ഒരു ക്വാറന്റൈൻ സ്പെഷ്യൽ ഒരു ചിക്കൻ കറി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനൊരു പേരുണ്ടല്ലോ, മുഗളായി ചിക്കൻ. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. യെസ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിയിൽ ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ചിക്കൻ അല്ലേ. അപ്പോൾ ഇത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് ഒന്ന് പുരട്ടി വെക്കണം. ഈ ചിക്കനിലോട്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. 4 അല്ല ശിശു 3. പിന്നെ ഒരു പകുതി നാരങ്ങ, പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് പുരട്ടി ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 4 സവാള, ശിശുവിന് തെറ്റിയതാണേ, ഒരു 4 സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതാണേ. അപ്പോൾ അതിലൊരു 3 സവാള നമുക്ക് മിക്സിയിലെ ജാറിലോട്ടിട്ടിട്ട് ഒരു സവാള മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക്, പിന്നെ 1 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു ബൗളിലോട്ട് 15 കാഷ്യൂ നട്ട് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നെ 2 ബേ ലീഫ്, 3 പട്ട, 3 ഏലക്ക, പിന്നെ തക്കോലം, പിന്നെ പെരിഞ്ജീരകം. പിന്നെ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച മസാല അതിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കതിലേക്ക് നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇനി നമുക്ക് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി കുറച്ച് മസാലയൊക്കെ കൂടുതലുള്ള കറിയാണ്, കുറച്ച് തിക്കുമാണ്. അപ്പം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നേരത്തെ ആ വെള്ളം ഒഴിച്ചത് മിക്സിയുടെ ആ അരച്ച മസാലയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു സവാള ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കാഷ്യൂ നട്ട് പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പം ദാ നമ്മളുടെ കറിയൊക്കെ റെഡിയാവാറായില്ല, റെഡിയായി. ഇനി നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. അപ്പോൾ നമ്മളുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മുഗളായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാറിലെ ഇത് റിച്ച് ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആഫ്റ്റർനൂൺ വേണമെങ്കിൽ എന്നെ പോലെ എനിക്കത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം, ബൈ. പിന്നെ ബെല്ലൈക്കൺ അമർത്തണേ.